ഇന്ന് നമ്മൾ കേരളത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ യാത്ര ചെയ്യുമ്പോൾ, കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ യാത്ര ചെയ്യുമ്പോൾ, ഈ നാം കടന്നു പോകുന്ന ഓരോ ജില്ലകളിലും നമുക്ക് പള്ളികളുണ്ട്, മദ്രസകളുണ്ട്, സെന്ററുകളുണ്ട്, അതുപോലെയുള്ള സംവിധാനങ്ങളുണ്ട്. അൽഹംദുലില്ലാ. ഈ സമയത്ത് തന്നെ, ഇപ്പോൾ നാം ഈ ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഈ സമയത്ത് തന്നെ കേരളത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ നമ്മുടെ പല പള്ളികൾ ഉയർന്നുകൊണ്ടിരിക്കുന്നുണ്ട്, സ്ഥാപനങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു പക്ഷേ തെക്കൻ ജില്ലകളിലേക്ക് താരതമ്യേന കുറവായിരിക്കാം അവിടെ, എന്നാലും അവിടെയും വരുന്നുണ്ട്. ഇന്നത്തെ അവസ്ഥ അതാണ്. നമ്മുടെ മദ്രസ 1ാം ക്ലാസ് മുതൽ, അതിന് മുമ്പ് തന്നെ പ്രീ സ്കൂളുണ്ട്, പ്രീ ഖുർആനിക് സ്കൂളുണ്ട്, അതിൻ്റെ ഇങ്ങോട്ട് വന്ന് 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള സിലബസും അതുപോലെ മദ്രസ സംവിധാനവും നമുക്കുണ്ട്. നേരത്തെ സൂചിപ്പിച്ച പോലെ കേരളത്തിൻ്റെ വിവിധ പ്രദേശങ്ങളുള്ള പള്ളികളിൽ, അതിൽ പ്രത്യേകിച്ച് ടൗണുകളിലുള്ള പള്ളികൾ, അവിടെ നൂറുകണക്കിനോ ആയിരക്കണക്കിനോ ആളുകൾ ജുമുഅക്കെത്തുന്നു. ആ ആളുകൾ എല്ലാവരുമൊന്നും കേരള നദത്തുൽ മുജാഹിദീനിൽ, മുജാഹിദ് പ്രസ്ഥാനത്തിൽ മെമ്പർഷിപ്പ് ഉള്ളവർ അല്ല. അല്ലാത്ത മാനസികമായി നമ്മോട് അടുപ്പമുള്ള കുറെ മനുഷ്യരുണ്ട്. നാം 5 വർഷങ്ങൾ കൂടുമ്പോൾ സംസ്ഥാന സമ്മേളനങ്ങൾ സംഘടിപ്പിക്കാറുണ്ട്. ആ സമ്മേളനങ്ങൾ ലക്ഷങ്ങളാണ് പങ്കെടുക്കുന്നത്. ഇടക്കിടക്ക് കോഴിക്കോട് പോലുള്ള സ്ഥലങ്ങളിൽ നമ്മുടെ വലിയ വലിയ സംസ്ഥാന സംഗമങ്ങൾ ഉണ്ടാകാറുണ്ട്. അതിലും 10,000-ങ്ങളും ലക്ഷങ്ങളുമൊക്കെയാണ് പങ്കെടുക്കാറുള്ളത്. ഇത് ഇന്നത്തെ കാലമാണ്. എന്നാൽ വേറെ 1-2 സംഭവങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തട്ടെ. മലപ്പുറം ജില്ലയിലെ തൃപ്പനച്ചി എന്ന് പറയുന്ന ഒരു ഗ്രാമപ്രദേശമുണ്ട്. അതിൻ്റെയും അല്പം ഉള്ളോട്ട് ചെന്നാൽ മുത്തനൂര് എന്ന് പേരുള്ള ഒരു സ്ഥലമുണ്ട്. അവിടെ പഴയ കാലത്ത് ഒരു മൊല്ലാക്കയുണ്ടായിരുന്നു. അദ്ദേഹം മരണപ്പെട്ടു. ഇസ്ലാഹി ആദർശം സ്വീകരിച്ച വ്യക്തിയായിരുന്നു അദ്ദേഹം. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് മാത്രമേ വിളിച്ച് പ്രാർത്ഥിക്കാവൂ എന്ന ആശയം സ്വീകരിച്ച ആളായിരുന്നു അദ്ദേഹം. അദ്ദേഹം മരണപ്പെട്ടപ്പോ അദ്ദേഹത്തിന്റെ മയ്യത്ത് ഖബറടക്കാൻ ആ പ്രദേശത്തെ ആ പള്ളിയുടെ ഉത്തരവാദപ്പെട്ട ആളുകൾ സമ്മതിച്ചില്ല. മുജാഹിദ് പള്ളി ആയിരുന്നില്ല. ആ മനുഷ്യന്റെ മയ്യത്ത് അങ്ങോട്ട് കൊണ്ടുചെന്നു. അവിടുന്ന് ഇങ്ങോട്ട് തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്നു. പള്ളിയുടെ ഉത്തരവാദപ്പെട്ട ആൾക്കാര്, വീട്ടുകാര് വീണ്ടും പള്ളിയുടെ അടുത്തേക്ക്, അവിടുന്ന് ഇങ്ങോട്ട് തിരിച്ച് വീട്ടിലേക്ക്. ഇങ്ങനെ 6-7 ദിവസം ഒരു മനുഷ്യന്റെ മയ്യത്ത് കൊണ്ടു നടന്നു. ഒരു മുജാഹിദായ മനുഷ്യന്റെ മയ്യത്ത്. മഞ്ചേരി കോടതിയിൽ കേസ് വന്നു. അവിടെ കുറെ വാഗ്വാദങ്ങൾക്ക് അല്ലെങ്കിൽ സംവാദങ്ങൾക്കും ചർച്ചകൾക്കും ശേഷം ഒരു ഉത്തരവുണ്ടായി. മുസ്ലിമായ ഏത് സംഘടനയാണെങ്കിലും കക്ഷിയാണെങ്കിലും ഒരു മുസ്ലിമായ മനുഷ്യന്റെ മയ്യത്ത് ഖബറടക്കുന്നതിൽ നിന്ന്, ജനാസ ഖബറടക്കുന്നതിൽ നിന്ന് തടയാൻ ഒരു മഹല്ല് കമ്മിറ്റിക്കും അധികാരമില്ല എന്ന് ആ ഉത്തരവ് ഇന്നും നിലനിൽക്കുന്നുണ്ട്. ആ ഉത്തരവ് നിലനിൽക്കാൻ ഇങ്ങനൊരു ചരിത്രം, ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ബഹുമാന്യരെ, പ്രിയമുള്ളവരെ, നാം ശ്രദ്ധിക്കേണ്ടത് അങ്ങനെയുള്ളൊരു കാലഘട്ടം ഇവിടെ ഉണ്ടായിരുന്നു. KM മൗലവിയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ അദ്ദേഹം ഇസ്ലാഹി ആദർശ പ്രബോധന രംഗത്ത് കടന്നു വരുന്ന ആ സമയത്ത് സമൂഹത്തിൽ കിട്ടിയ അവസരങ്ങളിൽ ഈ സന്ദേശം അദ്ദേഹം പറഞ്ഞു കൊടുത്തപ്പോൾ എതിർപ്പുകളുണ്ടായി. ഒരു അങ്ങാടിയിൽ ചെന്നിട്ട് ക്യാഷ് കൊടുത്താൽ ഒരു ചായ വാങ്ങി കുടിക്കാൻ കഴിയാത്ത അവസ്ഥ. ഒരു ചായ കുടിക്കാൻ ഫ്രീ ആയിട്ടല്ല,
കടയിൽ ചെന്നിട്ട് ഒരു ചായക്കുള്ള പൈസ കൊടുത്ത് ചായ കുടിക്കാൻ കഴിയാത്ത അവസ്ഥ. എന്തേ? മുജാഹിദാണ്, പിഴച്ച ആളാണ്, ബിദഈയാണ്, ചായ കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് അകറ്റിയ കാലമുണ്ടായിരുന്നു. വെട്ടം അബ്ദുള്ള ഹാജിയെ പോലുള്ള പണ്ഡിതന്മാർ കേരളത്തിന്റെ പല തെരുവുകളിലും ഇന്നത്തെ സൗകര്യമില്ലാത്ത, ഇന്ന് നോക്കൂ, നമ്മള് പേരാമ്പ്ര മണ്ഡലം സമ്മേളനമാണ് ഈ ഹാള്, ഈ ഓഡിറ്റോറിയം നിറഞ്ഞു കവിഞ്ഞിരിക്കുന്നത്. അൽഹംദുലില്ലാഹ്. പ്രിയമുള്ളവരെ, ബഹുമാന്യരെ, ഈ സൗകര്യമില്ലാത്ത കാലം പൊന്നാനിൽ വെട്ടം അബ്ദുള്ള ഹാജി പ്രസംഗിക്കുന്ന സെയ്ദ് മൗലവി, മർഹൂം സെയ്ദ് മൗലവി, അദ്ദേഹം പൊന്നാനിയിൽ അടുത്ത സ്ഥലത്ത് പ്രസംഗിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ സൗകര്യമില്ല. ഇന്ന് നമുക്ക് സ്വാഗതം പറയാൻ, അധ്യക്ഷത വഹിക്കാൻ, ഉദ്ഘാടനം ചെയ്യാൻ, ആശംസകൾക്ക് നന്ദി തുടങ്ങിയ എല്ലാം ആളുകളുണ്ട്. അൽഹംദുലില്ലാഹ്. നോക്കൂ, നമ്മള് പോസ്റ്റ് അടിക്കാനും അതുപോലെ തന്നെ അതിന് സാമ്പത്തിക കലക്ഷൻ നടത്താനും അതിന്റെ ഹാൾ അറേഞ്ച് ചെയ്യാനും തുടങ്ങിയുള്ള കാര്യങ്ങൾക്കൊക്കെ നമ്മൾ സ്വാഗത സംഘം ഉണ്ടാക്കിയിട്ട് വകുപ്പ് വിഭജിക്കാറുണ്ട്. ആളുകളുണ്ട്. അൽഹംദുലില്ലാഹ്. ഈ സൗകര്യമില്ലാത്ത ആ കാലം സെയ്ദ് മൗലവി അവിടെ പ്രസംഗിക്കുന്ന സമയത്ത് ശത്രുക്കളായ, ആരാ ശത്രുക്കൾ എന്നറിയോ? ഇവിടെ ഖബറിങ്ങൾ ചെന്ന് അവിടെ നേർച്ച അർപ്പിക്കാനും ആ ഖബറാളിയോട് ഇസ്തിഗാഥ ചെയ്യാനും പ്രാർത്ഥിക്കാനും ഈ സമൂഹത്തെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളുടെ അനുയായികൾ. അവർ വന്നിട്ട് ഈ മൗലവിയുടെ, സെയ്ദ് മൗലവിയുടെ കഴുത്തിൽ മാലപ്പടക്കത്തിന് തീ കൊളുത്തി ചാർത്തുകയാണ്. അദ്ദേഹത്തിന്റെ കഴുത്തിൽ കിടന്ന് ഓരോന്നോരോന്നായി പൊട്ടിത്തീർന്നു. ശരീരമാസകലം പൊള്ളി മുറിവായി. ആ മനുഷ്യൻ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ട് അങ്ങനെ അവിടുത്തെ ഒരു പ്രഗത്ഭനായ ജനപ്രതിനിധി വന്നുകൊണ്ട് ചോദിക്കുന്നുണ്ട്, എന്താണ് നിങ്ങൾക്കെതിരെ? ഈ രാജ്യത്തുള്ളൊരു മനുഷ്യന് തന്റെ അഭിപ്രായ സ്വാതന്ത്ര്യം ഉള്ള രാജ്യമാണിത്. അതുകൊണ്ട് തന്നെ തന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ സ്വാതന്ത്ര്യമുള്ള രാജ്യമാണിത്. നിങ്ങൾക്ക് ഈ പറയുന്ന ആളുകൾക്കെതിരെ ആർക്കെതിരെയാണ് കേസെടുക്കേണ്ടത് പറഞ്ഞോളൂ എന്ന് പറഞ്ഞപ്പോ അദ്ദേഹം കേസ് കൊടുക്കാൻ ആളുകളെ ലിസ്റ്റ് കൊടുക്കല്ല ചെയ്തത്. അദ്ദേഹം പറഞ്ഞത്, എനിക്കൊന്നുകൂടെ ഇവിടെ പ്രസംഗിക്കാൻ കഴിയുമോ എന്നായിരുന്നു പറയുന്നത്. അതായിരുന്നു ഒരു അവസ്ഥ. മർഹൂം ഉമർ മൗലവി അദ്ദേഹം തന്റെ ഓർമ്മകൾ തീരത്തുന്ന പുസ്തകത്തിൽ പറയുന്ന ഒരു സംഭവമുണ്ട്. അദ്ദേഹം ഏതോ ഒരു സ്ഥലത്ത് വെച്ച് അവിടെ പ്രസംഗം കഴിഞ്ഞ് തിരൂർക്കാട്ടുള്ള വീട്ടിലേക്ക് മടങ്ങുകയാണ്. കിട്ടിയ ബസ്സിൽ മലപ്പുറത്ത് വന്നിറങ്ങി. ഇനി അവിടെ നിന്ന് അങ്ങോട്ട് പോകണം. 10-14 കിലോമീറ്റർ അടുത്തുണ്ട്. അങ്ങനെ അദ്ദേഹം അവിടെ നിന്ന് അങ്ങോട്ട് പോകാൻ വാഹനങ്ങൾക്ക് കൈ കാണിച്ചു. വരുന്ന വാഹനങ്ങൾക്കൊന്നും നിർത്തുന്നില്ല, ബസ് ലഭിക്കുന്നില്ല. വേറെ കാണുന്ന വാഹനങ്ങൾ കൈ കാണിച്ചു നിർത്തുന്നില്ല. അങ്ങനെ അദ്ദേഹം തീരുമാനിച്ചു. അദ്ദേഹം പറയാണ്, ഞാൻ നടക്കാൻ തീരുമാനിച്ചു. അദ്ദേഹം നടക്കുകയാണ്. കുറച്ചങ്ങോട്ട് നടന്ന് അങ്ങോട്ടെത്തിയപ്പോൾ ഒരു ലോറി വരുന്നുണ്ട്. മറ്റു പല വാഹനങ്ങൾക്കും കൈ കാണിച്ച പോലെ ഇതിനും അദ്ദേഹം കൈ കാണിച്ചു. മറ്റൊക്കെ നിർത്താതെ പോയി. പക്ഷെ ഈ ലോറി നിർത്തി. ഈ ലോറി ഡ്രൈവർ ഈ ലോറി സൈഡാക്കിയിട്ട് അതിന് ഇറങ്ങി വരികയാണ്. ഉയരമുള്ള ലോറിയിലേക്ക് കയറാൻ ആ ഉമർ മൗലവിക്ക് കഴിയാത്തത് കൊണ്ട് മൗലവിയെ താങ്ങിപ്പിടിച്ച് കയറ്റാൻ വേണ്ടിയാണ് ഈ മനുഷ്യൻ ഇറങ്ങി വരുന്നത്. വന്നുകൊണ്ട് ചോദിച്ചു, മൗലവി നിങ്ങൾക്ക് എന്നെ അറിയോ എന്ന് ചോദിച്ചു. ആ പാതിരാ നേരത്ത് വീട് ലക്ഷ്യമാക്കി എവിടെയോ ഒരു പ്രഭാഷണം കഴിഞ്ഞ് തിരിച്ചു വരുന്ന മൗലവിയെ കണ്ട് അദ്ദേഹം ചോദിച്ചു, മൗലവി നിങ്ങൾക്ക് എന്നെ അറിയോ? അറിയില്ല എന്ന് പറഞ്ഞു അദ്ദേഹം. അയാൾ പറയാൻ, ലോറി ഡ്രൈവർ പറഞ്ഞു, അങ്ങയുടെ പ്രഭാഷണം കേട്ടാണ് എനിക്ക് തൗഹീദ് മനസ്സിലാക്കാൻ അവസരം ലഭിച്ചത്. ഇത് പറഞ്ഞ് ഈ മൗലവിയെ, ആ പാതിരാ നേരത്ത് ഒറ്റക്ക് നടക്കുന്ന ആ മൗലവിയെ കെട്ടിപ്പിടിച്ചു ആ മനുഷ്യൻ. ഉമർ മൗലവി എഴുതുകയാണ്, ആ മനുഷ്യൻ കരയുന്നുണ്ടായിരുന്നു, ഞാനും അറിയാതെ കരഞ്ഞുപോയി എന്ന്. അങ്ങനെ വീട്ടിൽ പോയി ഈ ലോറിയിൽ അദ്ദേഹത്തെ കയറ്റി വീട്ടിൽ ആ മൗലവിയെ കൊണ്ടുപോയാക്കിയ ശേഷമാണ് ആ ലോറി ഡ്രൈവർ തിരിച്ച് അദ്ദേഹത്തിന്റെ യാത്ര തുടരുന്നത്. ഞാൻ പറയുന്നത്, ആ ഒരു അവസ്ഥ നമുക്കുണ്ടായിരുന്നു. ആ അവസ്ഥയിൽ നിന്ന് ഇന്ന് അൽഹംദുലില്ലാഹ് വളർന്ന് പന്തലിച്ച അവസ്ഥയായി. പള്ളികളും സംവിധാനങ്ങളും ഒക്കെ ആയിട്ടുണ്ട് നമുക്ക്. ഇതിനിടയിൽ ഒരു ചരിത്രമുണ്ട്. ബഹുമാന്യരെ, പ്രിയമുള്ളവരെ, ഈ കേരളത്തിലെ നമ്മുടെ മുൻഗാമികളായ പണ്ഡിതന്മാരും നേതാക്കളും സാധാരണ പ്രവർത്തകരും അതികഠിനമായി
പ്രയാസങ്ങൾ സഹിച്ച്, ബഹിഷ്കരണങ്ങളും കുത്തുവാക്കുകളും പലതും സഹിച്ച് അങ്ങനെയാണ് ഈ ഒരു നവോത്ഥാനം ഇവിടെ സൃഷ്ടിച്ചത്. ഈ സൃഷ്ടിക്കുന്നതിനിടയിൽ എന്തെല്ലാം തടസ്സങ്ങളാണ് ചില മുസ്ലിയാക്കന്മാർ ഉണ്ടാക്കിയെന്നറിയോ? ഏതെല്ലാം തരത്തിൽ പിന്തിരിപ്പിക്കുന്ന വാദഗതികളാണ് ഈ സമൂഹത്തിൽ അവർ ഉന്നയിച്ചെന്നറിയോ? ഇന്നിപ്പോ ചികിത്സാരംഗം വളരെ വലിയ സൗകര്യമുള്ള കാലഘട്ടമാണ്, അല്ലേ? ഏതൊരു ചെറിയ അങ്ങാടി ചെന്നാലും ഒരു വലിയ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഒരു ക്ലിനിക്കെങ്കിലും ഉണ്ടാകും. ആ സൗകര്യമുണ്ട്. പഴയ കാലത്ത് ആ സൗകര്യം ഇല്ല എന്നുള്ളത് ശരിയാണ്. പക്ഷേ ഉള്ള സൗകര്യം ചികിത്സക്ക് ഉപയോഗപ്പെടുത്തുമായിരുന്നില്ല. എന്താണ് ചികിത്സ എന്നറിയോ? അസുഖം വന്ന പിഞ്ഞാണമെഴുത്താണ്. പിഞ്ഞാണത്ത് എഴുതിയിട്ട് അത് കലക്കി കുടിക്കലാണ്. ഇതാണ് ഒരു ട്രീറ്റ്മെന്റ്. അതുപോലെയുള്ള ട്രീറ്റ്മെന്റുകളാണ് നടത്തിയിരുന്നത്. മാലയും മൗലിദ് കിതാബും എടുത്ത് ഓതലായിരുന്നു. കോളറ വന്നാൽ, വസൂരി വന്നാൽ, അതുപോലെയുള്ള പകർച്ചവ്യാധികൾ വന്നാൽ ചെയ്യാറുള്ള എന്താണെന്നറിയോ? ഈ പറഞ്ഞ സബീലന്റെ ഏടുകൾ, മാലയുടെ മാലപ്പാട്ടുകളുടെ ഏടുകൾ 33 വകയും 66 വകയും 333 വകയും 3333 വകയും 6666 വകയും ഇങ്ങനെ ഫാൻസി നമ്പറാണൊക്കെ. ഇങ്ങനെ ഫാൻസി നമ്പറായിരിക്കും. ഈ നമ്പറിലുള്ള ചില മാലകളെ ഏടുകൾ അത് പാരായണം ചെയ്യായിരുന്നു. നമ്മൾ ആലോചിക്കണം. ഉള്ള സൗകര്യം ഇന്നത്തെ അത്ര വിപുലമായ ചികിത്സാ സൗകര്യം ഇല്ല എന്നുള്ളത് ശരിയാണ്. അത് സമ്മതിച്ചുകൊണ്ട് പറയാണ്, ഉള്ളത് ഉപയോഗപ്പെടുത്തുകയായിരുന്നില്ല. മറിച്ച് ചെയ്തത് ഈ രൂപത്തിലുള്ള പിന്തിരിപ്പൻ അന്ധവിശ്വാസങ്ങളിലേക്കുള്ള നയിക്കലായിരുന്നു. ഈ അടുത്ത് പ്രസവാനന്തരം ഒരു മരണത്തിന്റെ ഒരു സംഭവം വളരെ ചർച്ചയായല്ലോ. ഒരു മുസ്ലിയാരുടെ ഭാര്യ. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ അത് കേവലം ഒരു വീട്ടിൽ നടന്ന പ്രസവവും അനുബന്ധമായ ബ്ലീഡിംഗ് കൊണ്ട് മാത്രം മരിച്ചതാണെന്ന്? അതിന്റെ പിന്നിലൊക്കെ ചില വിശ്വാസങ്ങളുണ്ട്. എന്താണെന്നറിയോ? മടവൂർ കാഫില എന്ന പേരിൽ ഈ കോഴിക്കോട് ജില്ലയിലെ മടവൂരിൽ ജീവിച്ച് മരിച്ചുപോയ ഒരു മനുഷ്യൻ വലിയാണെന്ന് പറയുകയും മൂപ്പരാണ് ലോകം നിയന്ത്രിക്കുന്നത് പറയുകയും മൂപ്പരാണ് ഖുത്ബുൽ ആലം എന്ന് പറയുകയും മൂപ്പരറിയാതെ ഇവിടെ ഒന്നും നടക്കുന്നില്ല അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് പ്രചരിപ്പിച്ച് നടക്കുന്ന ഒരു മുസ്ലിയാരുടെ ഭാര്യയാണ്. ആ മനുഷ്യനെ പറ്റി, ആ CM-നെ പറ്റി വിശ്വസിപ്പിക്കുന്ന എന്താണെന്നറിയോ? മരിച്ചവരെ ജീവിപ്പിക്കുന്നതാണ്. ഒരു മനുഷ്യന്റെ മയ്യത്ത് കൊണ്ടുപോകുമ്പോ മുസ്ലിയാക്കന്മാർ പറയുന്ന കഥയാണ്. മയ്യത്ത് കൊണ്ടുപോകുമ്പോ ഈ CM ഒരു ഏതോ വഴിക്ക് പോകുമ്പോ ഒരു ബ്ലോക്കിൽ പെട്ടു. ഇയാൾ തന്റെ കാറിലാണ്, കാറ് ബ്ലോക്കിലായി. ലോകം നിയന്ത്രിക്കുന്ന ആളെ കാറ് ബ്ലോക്കിലായി. തമാശയാണ്. എന്നിട്ട് ഇയാളുടെ മുമ്പിലുള്ള വാഹനത്തിന്ന് ഒരു കരച്ചിൽ കേൾക്കുക. ആംബുലൻസ് സ്വന്തമാണെന്നാണ് മുസ്ലിയാർ പറയുന്നത്. അതിന് വല്ലാത്ത കരച്ചിൽ കേൾക്കുന്നു. അപ്പോഴോ ഇയാൾ ചെന്ന് നോക്കിയത്രേ. എന്താണ് കരച്ചിലിന് കാരണം? ലോകം നിയന്ത്രിക്കുന്ന ആൾക്ക് തന്റെ വാഹനത്തിന് തൊട്ടുമുള്ള വാഹനത്തിൽ ഉള്ള ആ മനുഷ്യൻ കരയാൻ കാരണം എന്താണെന്നറിയാൻ അവിടെ പോയി നോക്കണം. വല്ലാത്ത നിയന്ത്രണമാണ്. അങ്ങനെ ചെന്നപ്പോ ഒരാൾ കരയാണ്. കാരണം അയാളുടെ മകൻ മരണപ്പെട്ടിരിക്കുന്നു. ആ മനുഷ്യന്റെ മയ്യത്ത് കൊണ്ടുപോവാൻ. അതിനാണ് ഈ കരച്ചില്. അപ്പൊ ഇയാൾ തന്റെ കയ്യിലുള്ള ഒരു കൊടണ്ട്. ആ കൊടോണ്ട് ഒരൊറ്റ കുത്ത് എണീക്കുന്നു പറഞ്ഞു. ഈ മരിച്ച മനുഷ്യൻ എണീറ്റു അത്രേ. ഇതാണ് വിശ്വാസം. ഈ വിശ്വാസത്തിൽ അധിഷ്ഠിതമായി ആ ജാതി കഥകളും പേറി നടക്കുന്ന മനുഷ്യന്മാരായത്. അപ്പൊ കേവലം ആ നിലക്കുള്ള മരണമാണെന്ന് വിചാരിക്കേണ്ട. അന്ധവിശ്വാസങ്ങൾ ഇതിന് പിന്നിലുണ്ട്. ഇനിയോ നമ്മൾ ആലോചിച്ച് നോക്കൂ. പഴയ കാലത്ത് സ്ത്രീകൾക്ക് കൈയെടുത്ത് പഠിക്കാൻ പാടുണ്ടായിരുന്നില്ല. ഇന്ന് നമ്മുടെ സമൂഹത്തിന്റെ അർദ്ധഭാഗം വരുന്ന സ്ത്രീകൾ, നമ്മുടെ പെൺകുട്ടികൾ, അവർ കൈയെടുത്ത് പഠിക്കുന്നുണ്ട്. അല്ലേ? അവിടുന്നും മാറി വലിയ വലിയ ഗവേഷണങ്ങളും പഠനങ്ങളും നടത്തി ആകാശലോകത്തുള്ള പുതിയ പുതിയ ഗോളങ്ങളെ, നക്ഷത്രങ്ങളെ കണ്ടെത്തുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ ഈ കേരളത്തിലെ മുസ്ലിം പെൺകുട്ടികൾ വളർന്നു. അതേപോലെ തന്നെ വിമാനം പറത്തിയ പെൺകുട്ടികൾ കേരളത്തിലുണ്ടായി. ഒന്നാലോചിച്ചു നോക്കൂ. 1930 സമസ്തയുടെ ഒരു സമ്മേളനം മണ്ണാർക്കാട്ട് നടന്നു. 926 സമസ്ത രൂപീകരിക്കപ്പെടുന്നത്. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പണ്ഡിത സഭ 924 രൂപീകരിക്കപ്പെടുന്നത്. അത് കഴിഞ്ഞ് 2ാമത്തെ വർഷമാണ് സമസ്ത രൂപീകരിക്കുന്നത്. ആ സമസ്ത രൂപീകരിക്കുന്ന സമയത്ത് അവരുടെ
രൂപീകരിച്ച് രണ്ടാമത്തെ വർഷം അഥവാ 4 വർഷം 26 രൂപീകരിച്ചു. 30 മണ്ണാർക്കാട് വെച്ച് അവിടെ സമ്മേളനം നടക്കുകയാണ്. ആ സമ്മേളനത്തിൽ പാസാക്കിയ പ്രമേയങ്ങളിൽ ഒന്ന് എന്താണെന്നറിയോ? സ്ത്രീകൾക്ക് കൈയെഴുത്ത് പഠിപ്പിക്കാൻ പാടില്ല. പഠിപ്പിക്കൽ ശർഇൽ പ്രത്യേകം വെറുക്കപ്പെട്ട മക്രൂഹാണ്. ഇന്നത്തെ കാലത്ത് അത് ഹറാമാകാൻ മാത്രമേ തരമുള്ളൂ. 930 പാസാക്കിയ പ്രമേയമാണ്. ഇത്ര കാലമായി ഇതുവരെ പിൻവലിച്ചിട്ടില്ല. സ്ത്രീകൾ കൈയെടുത്ത് പഠിപ്പിക്കാൻ പാടില്ല എന്നാണ് മുജാഹിദ് പ്രസ്ഥാനം ഈ സമൂഹത്തോട് പറഞ്ഞു. സ്ത്രീകളും പഠിക്കട്ടെ. മലപ്പുറം ജില്ലയിലെ മോങ്ങത്ത് നമ്മുടെ അൻവാറുൽ ഇസ്ലാം എന്ന് പറയുന്ന വനിതാ അറബി കോളേജില്ലേ, അത് സ്ഥാപിച്ചപ്പോ അന്നത്തെ ചില മുസ്ലിയാക്കന്മാർ അവർ തങ്ങാടിയിൽ വെച്ച് പ്രസംഗിച്ച എന്തെല്ലാം തോന്നിവാസങ്ങൾ എന്നറിയോ? ഇന്നത്ര വനിതാ അറബി കോളേജുകൾ അല്ലാത്ത കോളേജുകൾ തടസ്സങ്ങൾ ഉണ്ടാക്കി. പക്ഷേ ആ സമൂഹത്തെ മുജാഹിദ് പ്രസ്ഥാനം മാറ്റി പരിവർത്തിച്ചു. ഇന്ന് പറയാൻ സാധിക്കുമോ അവിടെ പിന്മുറക്കാരായ ആളുകൾക്ക് സ്ത്രീകൾക്ക് കൈയെഴുത്ത് പഠിപ്പിക്കാൻ പാടില്ല എന്ന്, അത് ഹറാമാണ് എന്ന് പറയാൻ സമ്മതിക്കാത്ത നിലക്ക് ആ സമൂഹത്തെ മാറ്റി മുജാഹിദ് പ്രസ്ഥാനം. ആൾക്കാർ മാറി, അപ്പൊ മൂല്യമാരോട് മാറി. ഇനി എന്ത് ചെയ്യും? ആൾക്കാർ മൊത്തം മാറി. ഇനി മൂല്യരുടെ ഒരു കാര്യമില്ലല്ലോ, മാറി തന്നെ. ഇങ്ങനെ ഓരോ വിഷയങ്ങൾ. ഖുർആൻ പഠനത്തിന്റെ വിഷയം ആലോചിച്ച് നോക്കൂ. ഖുർആൻ അത് നമ്മൾ പഠിക്കേണ്ടതാണ്, ജീവിതത്തിൽ പകർത്തേണ്ടതാണ്. അല്ലേ? ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ. നിങ്ങൾ ഏറ്റവും നല്ലവൻ ഖുർആൻ പഠിക്കുന്നവനും പഠിപ്പിക്കുന്നവനുമാണെന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ആ ഖുർആൻ പഠിക്കണം, അത് ജീവിതത്തിൽ പകർത്തണം. അല്ലേ? ഇന്ന ഹാദൽ ഖുർആന യഹ്ദി ലില്ലത്തി ഹിയ അഖ്വം. തീർച്ചയായും ഈ ഖുർആൻ ഏറ്റവും നേരായതിലേക്കാണ് നയിക്കുന്നത്. ഈ ഖുർആൻ നയിക്കണമെങ്കിൽ ഈ ഖുർആൻ എന്താ പറഞ്ഞ് അറിയണ്ടേ? അതിനനുസരിച്ച് ജീവിതം ചിട്ടപ്പെടുത്തണമെങ്കിൽ എന്താണ് ഇതിലുള്ളത് അറിയണ്ടേ? അതിന് പഠിക്കാൻ അവസരം ഉണ്ടായിരുന്നില്ല പഴയ കാലത്ത്. എന്നിട്ട് NV അബ്ദുസ്സലാം മൗലവിയെപ്പോലുള്ള ആളുകൾ, അന്ന് അരീക്കോട് മർഹൂം NV അബ്ദുസ്സലാം മൗലവി ഖുർആൻ ക്ലാസ് തുടങ്ങിയപ്പോ എന്താ പറഞ്ഞതറിയോ? ഞങ്ങൾ ഖുർആൻ പിഞ്ഞാണത്തിലാക്കിയപ്പോ നിങ്ങൾ ഖുർആൻ ക്ലാസ്സിലാക്കിയില്ലേ എന്നാണ്. അവർ പിഞ്ഞാണത്തിൽ എഴുതി കുടിക്കാൻ വേണ്ടി നേരത്തെ പറഞ്ഞ ചികിത്സയാക്കി കൊടുത്തു, തെറ്റായ മാർഗമായി കൊടുത്തു. എന്നാൽ അത് ഞങ്ങൾ അങ്ങനെ ആക്കിയപ്പോ നിങ്ങൾ എന്ത് ചെയ്യാണ്? ക്ലാസ്സിലാക്കിയില്ലേ എന്ന് പറഞ്ഞ് ഖുർആൻ ക്ലാസ്സിനെ പരിഹസിച്ചു. ഇന്നോ അവരുടെ എത്ര ഖുർആൻ ക്ലാസ്സാണ്, എത്ര ഖുർആൻ ക്ലാസ്സുകളാണ്. പക്ഷെ അതിൽ പല ദുർവ്യാഖ്യാനം നടക്കുന്ന മറ്റൊരു വിഷയമാണ് ഖുർആൻ ക്ലാസ്സുകൾ. ഇങ്ങനെ തുടങ്ങിയിട്ട് എന്തെല്ലാം ഖുർആൻ പരിഭാഷക്കെതിരെ പുസ്തകം ഇറങ്ങിയിട്ടുണ്ട് കേരളത്തിൽ. തഹ്ദീറുൽ ഇഖ്വാൻ മിൻ തർജമത്തിൽ ഖുർആൻ. ഖുർആൻ പരിഭാഷയിൽ നിന്ന് സഹോദരങ്ങളെ, ആളുകളെ അവർക്ക് മുന്നറിയിപ്പ് നൽകുന്ന ഗ്രന്ഥം എന്ന് പറഞ്ഞുകൊണ്ട് ഈ കെ ഹസൻ മുസ്ലിയാർ എന്ന് പറയുന്ന മുസ്ലിയാർ കേരളത്തിൽ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. പേര് അറബിയിലാണെങ്കിലും പുസ്തകം മലയാളത്തിലാണ്. എന്താ പറയുന്നറിയോ? അതിൽ സൂറത്തുൽ ഫാത്തിഹയുടെ പോലും അർത്ഥം പഠിക്കൽ നിർബന്ധം പോയിട്ട് പ്രത്യേക സുന്നത്ത് പോലും ഇല്ല. 3 ആയത്ത് തുടർച്ചയായിട്ട് അർത്ഥം പറഞ്ഞാൽ, പരിഭാഷപ്പെടുത്തിയാൽ അത് ഹറാമാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ തടസ്സവാദങ്ങൾ ഉന്നയിച്ചു. എന്നാൽ ഇന്ന് മുജാഹിദുകളെ എതിർക്കുന്ന അത്തരം പണ്ഡിതന്മാർ വരെ പ്രസംഗവേദിയിൽ വെച്ച് ആയത്തുകൾ പരിഭാഷ ചെയ്യുന്നു, അർത്ഥം പറയുന്നു. എത്ര ഖുർആൻ പരിഭാഷകളാണ് അവർക്ക് തന്നെ ഉള്ളത്. മാറ്റം വരുത്തി മുജാഹിദ് പ്രസ്ഥാനം. ഇനിയോ ഇസ്ലാമിന്റെ അടിസ്ഥാന പ്രമാണങ്ങൾ വിശുദ്ധ ഖുർആനും പ്രവാചക ചര്യയുമാണല്ലോ. അത് അംഗീകരിക്കുന്നവരായിരുന്നില്ല അവർ. വിശുദ്ധ ഖുർആൻ ഇസ്ലാമിന്റെ അടിസ്ഥാന പ്രമാണമാണ്, തെളിവാണ്, ദലീലാണ് എന്ന് അംഗീകരിക്കാൻ പോലും തയ്യാറായിരുന്നില്ല അവർ. മുജാഹിദ് പ്രസ്ഥാനം മാറ്റം വരുത്തി. നിങ്ങൾ നോക്ക്, നേരത്തെ പറഞ്ഞല്ലോ 1924 കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന പണ്ഡിത സഭ, നമ്മുടെ പണ്ഡിത സഭ അത് രൂപീകരിക്കുകയാണ് ആലുവയിൽ വെച്ച്. അന്ന് വേറെ സഭകളില്ലാത്തത് കൊണ്ട്
പണ്ഡിത സംഘടനകളില്ലാത്തത് കൊണ്ട് എല്ലാവരും അതിലുണ്ട്. അങ്ങനെ രൂപീകരിക്കുകയാണ്. അതിന് ആലോചന യോഗമാണ്. അവിടെ വെച്ച് ഒരു ബാക്കവിയായ പണ്ഡിതൻ ചോദിച്ചു അത്രേ, സംഘടന നമുക്ക് നല്ല തന്നെയാണ്, പക്ഷേ അതുണ്ടാക്കാൻ ദലീൽ എന്താണ്? ദലീൽ എന്ന് പറഞ്ഞാല് തെളിവ്, പ്രമാണം എന്നാണ്. അപ്പൊ മർഹൂം ഇ.കെ. മൗലവി അദ്ദേഹം വിശുദ്ധ ഖുർആൻ ആയത്തോതി കൊടുത്തു. ഖുർആൻ പറഞ്ഞിട്ടുണ്ടല്ലോ, വൽതകും മിൻകും ഉമ്മ യദ്ഊന ഇലൽ ഖൈർ വയഅ്മുറൂന ബിൽ മഅറൂഫ് വയൻഹൗന അനിൽ മുൻകർ. നിങ്ങളിൽ നിന്ന് ഒരു സമൂഹം ഉണ്ടാകട്ടെ, നന്മ കൽപ്പിക്കുന്ന തിന്മ വിരോധിക്കുന്ന നല്ല ഒരു സമൂഹം നിങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ഖുർആൻ പറയുന്നുണ്ടല്ലോ. അപ്പോ അതിനുള്ള ഒരു വിങ് ഉണ്ടാകണം, പ്രത്യേക വിഭാഗം ഉണ്ടാകണം എന്നല്ല പറയുന്നുണ്ടല്ലോ എന്ന് ആയത്തോതി കൊടുത്തു. അപ്പൊ ഈ ബാക്കവിയായ മുസ്ലിയാർ ചോദിച്ചു അത്രേ, ഞാൻ പറഞ്ഞത് ചോദിച്ചത് ദലീലല്ലേ, നിങ്ങൾ ഓതിയത് ആയത്തല്ലേ? ആ മനുഷ്യന്മാരെ വിശ്വാസം എന്തായിരുന്നു? ഖുർആൻ ദലീലല്ല എന്ന്. ഓല് ദലീൽ എന്ന് മനസ്സിലാക്കിയത് എന്താ? ഫിഖഹിന്റെ കിതാബിന്റെ ഓരത്തെഴുതി വെച്ച ചില ഇബാറാത്ത്. അവിടുന്ന് മുജാഹിദ് പ്രസ്ഥാനം ആ പൗരോഹിത്യം ഉണ്ടാക്കിയ തടസ്സങ്ങളെ വകഞ്ഞു മാറ്റി അവരെ തന്നെ മാറ്റം വരുത്തി. ഇന്ന് ഒരു വാദപ്രതിവാദത്തിന്റെ വ്യവസ്ഥ തയ്യാറാക്കുമ്പോ പല വിഷയത്തില് അതിന്റെ സമയപ്പെടാണ്, വിഷയം എന്താണ്, അങ്ങനെ തുടങ്ങി വാദം എന്താണ്, പ്രതിവാദം എന്താണ്, തുടങ്ങി പലതും ചർച്ച ചെയ്ത് ഇങ്ങനെ നീണ്ടുപോകാറുണ്ട്. എന്നാൽ തെളിവെന്താണ്? എല്ലാവർക്കും ഒറ്റ വാചകം, ഖുർആന്, സഹീഹായ ഹദീസ്, പിന്നെ ഇജ്മാ, ഖിയാസ്. ഖുർആൻ ദലീലാണ്, തെളിവാണ് എന്ന് അംഗീകരിക്കുന്നിടത്തേക്ക് മാറ്റമുണ്ടായി. ഇനി ഇങ്ങനെ പരിശോധിച്ചാൽ ഇംഗ്ലീഷ് ഭാഷ പഠിക്കാൻ പാടുണ്ടായിരുന്നില്ല. അത് നരകത്തിലെ ഭാഷയാണ്. ഇംഗ്ലീഷ് നരകത്തിലെ. മലയാള ഭാഷ, ശുദ്ധ മലയാളം, അത് പറയാൻ പാടില്ല. പഴയ കാലത്തെ ഉസ്താദുമാര്, മുസ്ലിയാക്കന്മാര് പ്രാർത്ഥിച്ചിരുന്നത്രേ, ശുദ്ധ മലയാളം പറയുന്ന ആൾക്കാരെ കൂടെ ഞങ്ങൾ ഉൾപ്പെടുത്തല്ലേ അല്ലാ എന്ന് പറഞ്ഞു. അതിന് ഖൗമുവര ആമീൻ പറഞ്ഞിട്ടുണ്ട്. ആ രീതിയിൽ അത് ആര്യനെഴുത്താണെന്ന് പറഞ്ഞു. അങ്ങനെ തുടങ്ങി എല്ലാറ്റിനുമെതിരെ പുറംതിരിഞ്ഞു നിന്നു. ഇന്ന് ഇംഗ്ലീഷിലാണ് അവിടെ സംഘടനയുടെ പേരുകൾ. അന്ന് പറഞ്ഞ് ഇന്ന് പറയാൻ പറ്റൂല. മലയാളമോ, കടിച്ചാപ്പൊട്ടാത്ത മലയാള സാഹിത്യത്തിൽ പല ഉസ്താദുമാരി പ്രസംഗം. മാറ്റം വരുത്തി മുജാഹിദ് പ്രസ്ഥാനം. യത്തീംഖാന തിരൂരങ്ങാടി യത്തീംഖാന ആരംഭിച്ചപ്പോ അതിന് മുമ്പിൽ വന്നുകൊണ്ട് ചില ഉസ്താദുമാർ, അന്നത്തെ ചില ഉസ്താദുമാർ, മുസ്ലിയാക്കന്മാർ പ്രസംഗിച്ചു. ഇത് ഈ യത്തീംഖാന തകർക്കണമെന്ന്, നശിപ്പിക്കണമെന്ന് പ്രസംഗിച്ചിട്ടുണ്ട് ഇതിന് മുമ്പിൽ വെച്ചിട്ട്. എന്നിട്ട് യത്തീംഖാന എന്ന് പറഞ്ഞാൽ യത്തീമുൻ ഖാനഹു, യത്തീമിനെ വഞ്ചിക്കാനുള്ള പരിപാടിയാണ് എന്ന് പറഞ്ഞ് അതിനെതിരെ പ്രസംഗിച്ചു. ഇങ്ങനെ തുടങ്ങി എല്ലാറ്റിനും എതിരെ നിന്നു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പോൾ മാറ്റമുണ്ടായി. എത്ര യത്തീംഖാനകൾ കേരളത്തിലെ യത്തീംഖാനകൾ കണക്ക് പരിശോധിച്ചാൽ ഒരു പക്ഷെ നമ്മളെക്കാളും കൂടുതൽ അവർക്കുണ്ടാകാം, ആ എതിർത്തവരുടെ പിന്മുറക്കാർക്ക്. ആ നിലക്ക് അവർക്കിടയിൽ മുജാഹിദ് പ്രസ്ഥാനം മാറ്റമുണ്ടാക്കി. ഇങ്ങനെ പരിശോധിക്കൂ. മദ്രസാ പ്രസ്ഥാനം ഒരു കാലത്തെ വാഴക്കാട് നിന്ന് മൗലാന ചാലകത്ത് കുഞ്ഞഹമ്മദ് ഹാജി എന്ന് പറയുന്ന മനുഷ്യനെ ആ നാട്ടിലെ ചില ആൾക്കാർ ആട്ടി ഓടിച്ചിട്ടുണ്ട്. എന്തിനെന്നറിയോ? അന്ന് സൗകര്യമായ രൂപത്തിൽ ഉള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മദ്രസാ പ്രസ്ഥാന തുടക്കം കുറിച്ചതിന്. അതുവരെ എന്താണ്? ഓത്തുപള്ളിയാണ് അല്ലേ? അവിടെ ഇങ്ങനെ ഉസ്താദ് ഇരിക്കുന്നു, ചമ്മർമഴിട്ട് ഇരിക്കണ്, കുട്ടികളപ്പുറത്ത് ഇങ്ങനെ ഇരിക്കുന്നു, അല്ലെങ്കിൽ ഓശാനിച്ചിരിക്കണ്. ഈ ഒരു അവസ്ഥയാണ്. ഇതല്ല, ഇത് ബോർഡ്, അന്നത്തെ സൗകര്യത്തിൽ ബോർഡ് ഉപയോഗിക്കുന്നു. അതേപോലെ തന്നെ പിന്നെ ചോക്ക് ഉപയോഗിക്കുന്നു. ഉള്ള അന്ന് സൗകര്യമായൊക്കെ ബെഞ്ചും ഡെസ്കും സംഗതിയൊക്കെ ഉപയോഗിക്കുന്നു. അപ്പൊ അന്ന് ചില ഉസ്താദുമാര് പറഞ്ഞു, ഉസ്താദ് നിൽക്കുക, കുട്ടികൾ ഇരിക്കുക, ഇത് അദബുകേടല്ലേ എന്നാണ്. ഖുർആൻ ബോർഡിൽ എഴുതുക, അത് മായിച്ചാൽ ആ പൊടി നിലത്തല്ലേ വീണത്, അത് ഖുർആനുള്ള അനാദരവല്ലേ അന്ന് പറഞ്ഞു. മാത്രല്ല അവിടെ അദ്ദേഹം പത്രം വരുത്തി. അറിയോ? അദ്ദേഹത്തിന്റെ ആ വാഴക്കാട് അവിടെ പത്രം വരുത്തി. കുട്ടികൾ ആധുനികമായ വിഷയങ്ങൾ പഠിക്കട്ടെ. ലോകത്തിന്റെ ഇന്നത്തെ സൗകര്യമൊന്നുമില്ല, ഇന്നത്തെ അത്ര പത്രങ്ങളും ഇല്ല, അത്ര ആ രൂപത്തിലൊന്നുമില്ല, എഡിഷനുകൾ അങ്ങനൊന്നുമില്ല. ഉള്ളത് അദ്ദേഹം വരുത്തി.
എന്നിട്ട് കുട്ടികൾക്ക് ആധുനികമായ ബോധമുണ്ടാകട്ടെ, ലോകത്തിന്റെ സ്പന്ദനങ്ങൾ അറിയട്ടെ എന്ന നിലക്ക് അദ്ദേഹം സംവിധാനം ഒരുക്കിയപ്പോ അതിന്റെ ഒക്കെ പേരിൽ അദ്ദേഹത്തെ ആട്ടിയോടിച്ചു വാഴക്കാട് നിന്ന്. ഇന്നോ എത്രയാണ് മദ്രസകൾ, എത്രയാണ് മദ്രസകൾ. ഇത്ര മദ്രസക്ക് അംഗീകാരം കൊടുത്തു, 10 മദ്രസ കൂടെ അംഗീകാരം കൊടുത്തു, 12 മദ്രസക്ക് അംഗീകാരം കൊടുത്തു എന്ന് പറഞ്ഞ് പത്രത്തിൽ കിടക്ക് വരികയാണ്. ഓർക്കണം, അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച മുജാഹിദ് പ്രസ്ഥാനമാണ്. ഇങ്ങനെ പരിശോധിച്ചാൽ സ്ത്രീകൾക്ക് പള്ളിയിൽ പോകാൻ പാടുണ്ടായിരുന്നില്ല, ഹറാമായിരുന്നു അല്ലേ? ഇന്ന് അത്ര ഉറക്കെ പറയാൻ കഴിയില്ല. ചിലപ്പോ വാദത്തിന് വേണ്ടി പറയും. പക്ഷേ പ്രായോഗികമായി നോക്കുമ്പോഴോ നമ്മുടെ നാട്ടിൽ പള്ളിയോടനുബന്ധിച്ച് യാത്രക്കാരികളായ സ്ത്രീകൾക്ക് നിസ്കരിക്കാനുള്ള സൗകര്യം കണ്ടില്ലേ നിങ്ങള്? നമ്മളെ പള്ളിയിൽ, മുജാഹിദ് പള്ളിയിൽ എന്തുണ്ടാവുള്ളൂ? സ്ത്രീകൾ അല്ലെങ്കിൽ സ്ത്രീകൾക്കുള്ള വഴി എന്ന് അതിനുള്ള ഒരു സൈൻ ബോർഡ് മാത്രം ഉണ്ടാവും. ഇവരത് യാത്രക്കാരികളായ സ്ത്രീകൾക്ക് നിസ്കരിക്കാനുള്ള റൂം അല്ലെങ്കിൽ ഹാള് അല്ലെങ്കിൽ സ്ഥലം അല്ലെങ്കിൽ സൗകര്യം എന്നൊക്കെ ഉണ്ടാകുക. അവിടത്തില്ലേ അത് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നോ? ഒരു 10-25 കൊല്ലം 10-30 കൊല്ലം മുമ്പ് ഇങ്ങനെ ബോർഡ് വരുമ്പോൾ പ്രതീക്ഷിച്ചിരുന്നോ? ഇന്നിപ്പോ ചിലയിടത്തൊക്കെ പള്ളിന്റെ നേരെ ഓപ്പോസിറ്റ് റൂം അല്ലെങ്കിൽ അപ്പുറത്ത് ഇപ്പുറത്ത്, ഇപ്പൊ ചിലയിടത്തൊക്കെ പള്ളിയോട് ചാരി അതേ ബിൽഡിംഗ് പരിശോധിച്ച് നോക്കി. ഇതൊക്കെ മുജാഹിദ് പ്രസ്ഥാനം ഈ സമൂഹത്തെ പഠിപ്പിച്ചു. അല്ലാഹുവിന്റെ ദാസികളെ, പെണ്ണുങ്ങളെ പള്ളിയിൽ നിങ്ങൾ തടയരുത്. ഭർത്താക്കന്മാരോട് പറഞ്ഞു, നിങ്ങളുടെ ഭാര്യമാർ പള്ളിയിൽ പോകട്ടെ എന്ന് അനുമതി ചോദിച്ചാൽ തടയരുത്. അങ്ങനെ പറഞ്ഞ് ആണോ പെണ്ണോ ആകട്ടെ, ജുമുഅക്ക് വരുന്നെങ്കിൽ ആ വ്യക്തി കുളിച്ചു വരണം. ഇങ്ങനെയുള്ള തെളിവുകൾ വെച്ചുകൊണ്ട് സമൂഹത്തെ പഠിപ്പിച്ചു. അപ്പൊ സമൂഹം മാറാൻ തുടങ്ങി. സമൂഹം മാറി, അപ്പൊ ഉസ്താദുമാരും മാറി. ഇങ്ങനെയാണ് സമൂഹമാണ് ആദ്യം മാറുന്നത്. അപ്പൊ പിന്നെ മാറില്ല നിർവാഹമില്ല, ഉസ്താദുമാരും മാറി. അങ്ങനെ മാറിപ്പോ യാത്രക്കാരികളായ സ്ത്രീകൾക്ക് നിസ്കരിക്കാനുള്ള സൗകര്യം അവിടെ എത്തിയല്ലോ. ഇൻഷാ അല്ലാഹ് കുറച്ച് കൊല്ലങ്ങൾ കൂടെ മുന്നോട്ട് പോകുമ്പോ ആ യാത്രക്കാരികളായ നല്ല ക്ലോസ് ഒക്കെ ഒഴിവാവും, സ്ത്രീകൾക്ക് നിസ്കരിക്കാനുള്ളതാവും. ഇവിടെ എത്തിയില്ലേ? നിങ്ങൾ വിചാരിച്ചിരുന്ന മുമ്പ് ഇങ്ങനെ സൗകര്യം മാറിക്കോളും. നമ്മളത് ശക്തമായി പ്രബോധന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയാൽ ഇൻഷാ അല്ലാഹ് ഈ രൂപത്തിലുള്ള നവോത്ഥാനങ്ങൾ, ആ സമൂഹത്തിന്റെ സമുദ്ധാരണങ്ങൾ ഇനിയും സാധ്യമാക്കാൻ അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് നമുക്ക് സാധ്യമാകും. നമ്മൾ മനസ്സിലാക്കുക, ആ രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ദീൻ കൃത്യമായി പറഞ്ഞു കൊടുക്കാൻ തയ്യാറായാൽ അതുകൊണ്ട് നമുക്ക് ഇനിയും മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. മാലയും മൗലിദൊക്കെ വലിച്ച് കുറെയൊക്കെ എറിഞ്ഞില്ലേ ഇവർ? മാലയും മൗലിദൊക്കെ കുറെ വലിച്ചെറിഞ്ഞില്ലേ? പഴയ കാലത്ത് എന്തായിരുന്നു സ്ഥിതി? മഗ്രിബിന്റെ ശേഷം ഇശാ മഗ്രിബിന്റെ ഇടയിലെ സബീനന്റെ ഏട് ആർക്കും അറിയില്ല, പലർക്കും ഈ മാലപ്പാട്ടുകൾ എടുത്ത് ഓതിയായിരുന്നു. ഇന്ന് അവിടെ നിന്നൊക്കെ മാറി ഖുർആൻ ഓതണം എന്നുള്ള ചിന്തയിലേക്ക് എത്തിയില്ലേ? ഇതൊന്നും വെറുതെ എത്തിയതല്ല. പഴയ കാലത്ത് ഇരുന്ന് ബുർദയാ ചെല്ലിയിരുന്നത്, അവിടെ നിന്ന് മാറിയിട്ട് ഇങ്ങോട്ടെത്തി. ഇന്നും കുറച്ചൊക്കെ ചെല്ലുന്നവരുണ്ട്, ഇനിയും മാറിക്കൊള്ളും. ഖുർആനിന്റെ വഴിയിലേക്ക്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗത്തിലേക്ക് ഇനിയും നമുക്ക് അവരെ ക്ഷണിക്കേണ്ടതുണ്ട്. ഇതൊക്കെ മാറിയെങ്കിലും അല്ലാഹു നേരത്തെ സൂചിപ്പിച്ചല്ലോ, അല്ലാഹുവോട് മാത്രമായിരിക്കണം വിളിച്ച് പ്രാർത്ഥിക്കേണ്ടത് എന്നിടത്തേക്ക് ഇനിയും വരാൻ പലരും തയ്യാറായിട്ടില്ല. അല്ലാഹുവോട് പ്രാർത്ഥിക്കുന്നു, മൊയ്‌ദി ശൈഖിനോട് പ്രാർത്ഥിക്കുന്നു. അവിടെയും നമ്മുടെ പ്രബോധന പ്രവർത്തനം ഇനിയും ശക്തമാക്കി നടത്തിയാൽ ഇൻഷാ അല്ലാഹ് മാറ്റമുണ്ടാകും. പഴയ പോലെയല്ല. പഴയ പോലെ കാലത്ത് ബഹിഷ്കരണങ്ങളായിരുന്നു. പാടില്ല, കേൾക്കാൻ പാടില്ല, പോകാൻ പാടില്ല, മുജാഹിദ് പള്ളി കയറാൻ പാടില്ല, അത് പള്ളിയല്ല കേവലം ബിൽഡിംഗ് ആണ് എന്നൊക്കെ ഇന്ന് പറഞ്ഞിരുന്നത്. ഇന്ന് അൽഹംദുലില്ലാഹ് അവിടെ നിന്നൊക്കെ മാറിയിട്ടുണ്ട്. കുറച്ചൊക്കെ പോകാം, കേൾക്കാം എന്നുള്ളിടത്തെത്തിയിട്ടുണ്ട്. മാത്രമല്ല ഈ സോഷ്യൽ മീഡിയയുടെ കാലത്ത് തടയാൻ കഴിയുന്നില്ല. മഹല്ല് ഭാരവാഹികൾക്ക്, ഉസ്താദുമാർക്ക് തടയാൻ കഴിയുന്നില്ല ആളുകളെ മുജാഹിദുകളുടെ പരിപാടി കേൾക്കുന്നതിൽ നിന്ന്. ഒരു പക്ഷേ ഈ പ്രോഗ്രാം പോലും ലൈവായി മുജാഹിദല്ലാത്ത എത്രയോ ആളുകളെ കേൾക്കുന്നുണ്ടാകും. അത് വലിയൊരു സോഷ്യൽ മീഡിയയിൽ കുറെ മൈനസ് നമുക്ക് പറയാനുണ്ടെങ്കിലും ഗുണങ്ങളിൽപ്പെട്ട ഒന്നാണിത്. ഇരിക്കട്ടെ, പറയുന്നത് ആ നിലയ്ക്ക് കേൾക്കാൻ പാടില്ല, അടുക്കാൻ പാടില്ല എന്നുള്ള ഇടത്ത് നിന്ന്
മാറ്റമുണ്ടായിട്ടുണ്ട്. ആ അവസ്ഥ നമ്മൾ നന്നായിട്ട് ഉപയോഗപ്പെടുത്തുകയും മുൻഗാമികൾ ചെയ്ത പോലെ അതിശക്തമായി പ്രബോധന പ്രവർത്തന രംഗത്ത് ഉണ്ടാവുകയും ചെയ്യുക. അള്ളാഹുവോട് ആത്മാർത്ഥമായി ദുആ ചെയ്യുക. അള്ളാഹുവിന്റെ ഒരു ചോദ്യം മുന്നിൽ വെച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കട്ടെ. അം ഹസിബതും അൻ തദ്ഖുലുൽ ജന്ന ولما يأتكم مثل الذين خلوا من قبلكم مستهم البأساء والضراء وزلزلوا حتى يقول الرسول والذين آمنوا معه متى نصر الله ألا إن نصر الله قريب. സൂറത്തുൽ ബഖറയിൽ കാണാം നമുക്ക് ഈ ചോദ്യം. എന്താ ചോദിക്കുന്നത്? വിശ്വാസികളുള്ള ചോദ്യമാണ്. അം ഹസിബതും, നിങ്ങൾ വിചാരിച്ചോ, അൻ തദ്ഖുലുൽ ജന്ന, സ്വർഗ്ഗത്തിലേക്ക് കടക്കാമെന്ന്. വലമ്മാ യഅതികും മസലുൽ ലദീന ഖലൗ മിൻ ഖബലികും, നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ആളുകൾക്കുണ്ടായ പ്രയാസങ്ങൾ വരാതെ സ്വർഗ്ഗത്തിൽ കടക്കാമെന്ന് വിചാരിക്കുന്നുണ്ടോ നിങ്ങൾ? മസ്സതുഹുമുൽ ബഅസാഉ വല്ലറാഉ വസുൽസിലു, അവർക്ക് പ്രയാസങ്ങൾ ഉണ്ടായി, ബുദ്ധിമുട്ടുകൾ ഉണ്ടായി. വസുൽസിലു, വിറച്ചുപോയി അവർ. ഹത്താ യഖൂല റസൂലു വല്ലദീന ആമനു മഅഹു, ഒരു പ്രവാചകനും പ്രവാചകന്റെ കൂടെയുള്ള വിശ്വാസികളും പറഞ്ഞുപോയി, മത്താ നസ്റുല്ലാഹ്, അല്ലാഹുവിന്റെ സഹായം എപ്പോഴാ, അല്ലാഹുവിന്റെ സഹായം എപ്പോഴാ എന്ന് പ്രവാചകൻ പറയുമാറ് ഭീകരമായ ഭീഭത്സമായ പ്രതിസന്ധികളും പ്രയാസങ്ങളും ഉണ്ടായി. അല്ലാഹ് പറയാണ്, അലാ ഇന്ന നസ്റല്ലാഹി ഖരീബ്, അറിയുക അല്ലാഹുവിന്റെ സഹായം അടുത്തു തന്നെയുണ്ട്. അതുകൊണ്ട് ആ ഒരു ആത്മവിശ്വാസത്തോടെ അല്ലാഹു നമ്മുടെ കൂടെ ഉണ്ടാകുമെന്ന്, അവന്റെ മാർഗത്തിൽ സഹിക്കാൻ ഞാൻ തയ്യാറാണെന്ന ബോധത്തോടുകൂടെ മുന്നോട്ട് പ്രവർത്തിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമായിരിക്കണം വിളിച്ച് പ്രാർത്ഥിക്കേണ്ടത് എന്ന ആ അടിസ്ഥാന തത്വത്തിലേക്ക്, അതുപോലെ പ്രവാചകന്റെ മാർഗത്തിലേക്ക് അങ്ങനെ തുടങ്ങി നന്മയുടെ മാർഗങ്ങളിലേക്ക്, തിന്മയിൽ നിന്ന് വിട്ടുനിൽക്കുന്ന ആ ഒരു പോയിന്റിലേക്ക് ആളുകളെ ഖുർആനിന്റെ സുന്നത്തിന്റെ അടിസ്ഥാനത്തിൽ ആത്മാർത്ഥമായി ക്ഷണിക്കുക. അല്ലാഹു ദുആ ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.